ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വളരെ വൈറലായ ഒരു വീഡിയോ അതായിരുന്നു പഞ്ച് എന്ന് പറയുന്ന ഒരു കുട്ടിക്കുരങ്ങൻ്റെ വീഡിയോ. പഞ്ച് സ്വന്തം അമ്മ അവനെ ഇങ്ങനെ തള്ളി മാറ്റുന്നു, കൂടെയുള്ളവർ അവനെ ഉപദ്രവിക്കുന്നു. അവസാനം ഒരു പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പഞ്ച് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നനയിച്ചിട്ടുണ്ട്. അത് കണ്ടവരുടെ എണ്ണം ലക്ഷക്കണക്കിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തക്കാരാട്ടിയകറ്റുമ്പോൾ, അവർ മർദ്ദിക്കാൻ നോക്കുമ്പോൾ, അവനെ കൊല്ലണമെന്ന് ആക്രോശിക്കുമ്പോൾ ക്രിസ്തുവിനിങ്ങനെ ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് നനുത്ത ഒരു തൂവാലയുടെ സാന്ത്വനവുമായി ഒരു സ്ത്രീ, വെറോനിക്ക. 6-ാമത്തെ സ്ഥലത്ത് നമ്മളതാ കാണണേ. അവൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവൾ വേറെ ഒന്നും ചെയ്യാൻ വേണ്ട, വെറുതെ ഇങ്ങനെ നിന്ന് അവന് ആശ്വാസമായിട്ടൊരു തൂവാലയുടെ സാന്ത്വനം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നിയോഗം. ശരിക്കും പറഞ്ഞാൽ ഗെത്സെമനിയിലെ ഈശോയ്ക്ക് ഏറ്റവും മിസ് ചെയ്ത ഒരു കാര്യം അതായിരുന്നേ, കൂടെ നിൽക്കാനായിട്ടൊരാൾ. അവൻ്റെ സങ്കടങ്ങളിലും രക്തം ചൊരിയുന്ന വേദനകളിലും അവനെ ഒപ്പം നിന്ന് ആശ്വസിപ്പിക്കാനായിട്ടൊരു മാലാഖയുടെ തോള് കൂടെയുള്ളവരിൽ നിന്ന് അവന് കിട്ടിയില്ല, സ്വർഗം കൊടുത്തു. ഈ ഒരു കൂട്ട് പ്രധാനപ്പെട്ടതാണ്. ജോബ് തൻ്റെ കൂട്ടുകാരോട് പറയുന്ന കാര്യം അത് തന്നെ, പരാതി അത് തന്നെയാണ്. നിങ്ങളൊന്നും മിണ്ടാതിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം ആശ്വാസം കിട്ടുമായിരുന്നു. ഇപ്പോൾ ലോകത്തിനില്ലാതായി പോകുന്ന വലിയൊരു ഭാഗ്യം അത് തന്നെയാണ്. വേറെ ആരുടെയും കാര്യങ്ങൾ നോക്കണ്ട, നമ്മളെ മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഒരു പരാതിയും പറയാതെ, ഒരു കുറ്റപ്പെടുത്തലുമില്ലാതെ, നമ്മളൊരു പ്രയാസം ചെന്ന് പറയുമ്പോൾ തിരിച്ചൊന്നും പറയാതെ വെറുതെ ഒന്ന് കേട്ടിരിക്കാൻ കുമ്പസാരക്കണക്ക് പോലൊരു കൂട്ട് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് വേണം ഈ വെറോനിക്കയുടെ വലിയൊരു സ്നേഹത്തെ ഒന്ന് വിലയിരുത്താനായിട്ട്. ഒന്നും മിണ്ടാതെ, ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളും നോക്കാതെ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവൻ്റെ മുഖം തുടയ്ക്കാൻ, അവന് കൂട്ടു നിൽക്കാനായിട്ടൊരാൾ. ശരിക്കും മനുഷ്യരത് ഡിസർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ളവരെ അത് ആഗ്രഹിക്കുന്നുണ്ട്. വിധിയില്ലാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ, തിരിച്ചൊരു അഭിപ്രായം പോലും ചിലപ്പോൾ പറയാതെ ഒന്ന് കേട്ടിരിക്കാനായിട്ട് ഒരു മനുഷ്യനെ തേടുന്നുണ്ട്. ഒന്ന് ചാഞ്ഞിരിക്കാൻ അവരൊരു തോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ നോൻപ് കാലത്തിൻ്റെ ഉത്തരം കൊടുക്കേണ്ട ഒരു ചോദ്യമായി സ്നേഹപൂർവ്വം ഏറ്റെടുക്കാനാവട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.